ഞാൻ മതം ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അപ്പം എന്നോട് പണ്ട് എപ്പോഴും ഉമ്മ ഇങ്ങനെ നിസ്കരിക്കുക അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഉമ്മാനോട് പറഞ്ഞു, ഇപ്പം ഉമ്മ എന്നോട് ഇങ്ങനെ നിസ്കരിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ നിസ്കരിച്ച് ഞാൻ ചിലപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ടായിരിക്കും, പടച്ചവന് വേണ്ടിയിട്ടാവില്ല. എനിക്ക് സ്വയം തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല അത്. അപ്പോഴല്ല അത് ദൈവത്തിന് വേണ്ടിയിട്ടാവുള്ളൂ. അപ്പം ഇനി അങ്ങനെ അത് പറഞ്ഞ് എന്നെ നിർബന്ധിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കേവലം അവരുടെ യുക്തി കൊണ്ട് ചിന്തിച്ച് മാതാപിതാക്കളുടെ വാക്കുകൾക്ക് ഒരു വിലയും അവർ നൽകാറില്ല. എന്നാൽ വളരെ സിമ്പിളായി സ്നേഹത്തോടെ ഈ സുഹൃത്തിനെ ചേർത്ത് വെച്ച് അകറ്റാതെ തന്നെ നമ്മൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാം. സുഹൃത്തെ, ഒരു നിമിഷം നിങ്ങൾ കുഞ്ഞായിരുന്ന ആ സമയത്തേക്ക് നിങ്ങളുടെ ചിന്തയെ നിങ്ങൾക്കൊന്ന് കൊണ്ടുപോകാൻ കഴിയുമോ? നിങ്ങൾ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് നിങ്ങളുടെ ഉമ്മ അടുത്തു വന്ന് ഭക്ഷണം തരികയാണ്. ഒരു കൈ കൊണ്ട് നിങ്ങളുടെ വായ തുറന്നു പിടിച്ച് ഒരു കൈ കൊണ്ട് ഭക്ഷണം നിങ്ങളുടെ വായിലേക്ക് വെച്ച് വെള്ളം തന്ന് നിങ്ങളെ കൃത്യമായി പരിചരിച്ചവരാണ് നിങ്ങളുടെ ഉമ്മ എന്നുള്ളത്, നിങ്ങളുടെ അമ്മ എന്നുള്ളത്. എന്നാൽ ആ സമയത്ത് നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഉമ്മ ഓരോ ഉരുള ഭക്ഷണം നിങ്ങളുടെ വായിലേക്ക് വെക്കുമ്പോഴും അതൊക്കെ നിങ്ങൾ തുപ്പിക്കളഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് നിങ്ങൾ തുപ്പിക്കളഞ്ഞാൽ നിങ്ങളുടെ ഉമ്മ ഒരിക്കലും നിങ്ങളെ പട്ടിണിക്കിട്ടിട്ടില്ല. അല്ലെങ്കിൽ അവരൊരു നിമിഷം ചിന്തിക്കുകയാണ്, എൻ്റെ മകനോ മകൾക്കോ വിശപ്പ് വന്നിട്ട് കരഞ്ഞുകൊണ്ട് വരട്ടെ, അപ്പോൾ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെ പട്ടിണിക്കിട്ടിട്ട് പോയിരുന്നെങ്കിൽ കേവലം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ ഈ സമയം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് നിങ്ങൾക്കിങ്ങനെ പറയാനുള്ള ആരോഗ്യം ഉണ്ടാകുമായിരുന്നു? ഒരിക്കലുമില്ല. മറിച്ച് ആ ഉമ്മ നിങ്ങളെ ചേർത്ത് വെച്ചു. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഉമ്മയോ അമ്മയോ പറയുന്ന കാര്യങ്ങളെ തള്ളിക്കളയാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് എങ്ങനെ ഇടപഴകണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കാര്യങ്ങൾ കൈമാറാനും ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തെ, അതുപോലെ തന്നെ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ടല്ലോ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ എപ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനൊക്കെ തരാറില്ലേ? ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ കമ്പനിയെ വിളിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ ആവശ്യപ്പെടുമ്പോൾ അവർ തരുന്നതാണോ? ഇത് നിർബന്ധപൂർവ്വം ഇവർ തരുന്നതല്ലേ? എന്തിനു വേണ്ടിയാണ് ഇവർ തരുന്നത്? അതായത് നിങ്ങളുടെ ഫോണിലേക്ക് വൈറസ് അടിഞ്ഞുകൂടി നിങ്ങളുടെ ഫോൺ ഹാങ്ങായി പോകാതിരിക്കാൻ വേണ്ടിയാണ് കമ്പനി നിങ്ങളുടെ ഫോണിലേക്ക് ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ തരുന്നത്. അതനുസരിച്ച് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാങ്ങായി പോകും. അതുപോലെ അതാത് സമയം നിങ്ങളുടെ ഉമ്മ നിങ്ങളെ നിർബന്ധപൂർവ്വം ഉണർത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യമാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. കൃത്യമായ കാഴ്ചകൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാതെ, കൃത്യമായ കാര്യങ്ങൾ നിങ്ങളുടെ കേൾവി കൊണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്താതെയൊക്കെ മലീനസമായി മോശപ്പെട്ട ചിന്തകൾ നിങ്ങളുടെയൊക്കെ ഹൃദയത്തിലേക്ക് കയറിപ്പോയാൽ നിങ്ങളുടെ ഹൃദയം മൂടപ്പെട്ട രീതിയിലായി പോകും. അപ്പോൾ സൃഷ്ടാവ് നമ്മൾക്ക് തന്ന ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് പ്രാർത്ഥന എന്നുള്ളത്. സൃഷ്ടാവിലേക്ക് അടുത്തുകൊണ്ട് വിഷമങ്ങൾ പറയുന്ന ഒരു സാഹചര്യം, അത് നമ്മൾ ചോദിച്ചു വാങ്ങില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളുടെ ഉമ്മമാരൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ ബോധപൂർവം നിർബന്ധപൂർവം അവർ ഉണർത്തിത്തരുമ്പോൾ അത് സ്വീകരിക്കാതെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ നഷ്ടമാർക്കാണെന്ന് നിങ്ങൾക്കിനി ചിന്തിക്കാം. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു കാര്യം നിങ്ങളിലേക്ക് നിർബന്ധപൂർവ്വം പറയുമ്പോൾ ഇവരുടെ അധികാരമാണ് എന്ന് ചിന്തിക്കുന്നതിലപ്പുറം നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അവർ കാണിക്കുന്ന കരുതലാണെന്ന് ഒരു നിമിഷം സുഹൃത്തെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കുകളെ നിന്ദിക്കാനോ അവരെ കണ്ണുനീര് കുടിപ്പിക്കാനോ നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ രീതിയിൽ ഒരു കാര്യം ഉണർത്തിയതാണ്. ഇനി ഒരു കാര്യം, നിങ്ങൾ ദൈവത്തിനെ ഒന്നും വിശ്വസിക്കുന്നില്ല, നിങ്ങളിങ്ങനെ അന്തമില്ലാത്തൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ നാളെ ഒരു സമയം നിങ്ങളിലേക്കൊരു പരീക്ഷണം കടന്നു വരുന്നുണ്ടെന്നും ആ പരീക്ഷണം കടന്നു വരുമ്പോൾ ആരും എന്നെ കൈപിടിക്കാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്നും അന്ന് ആരുമില്ലാത്തപ്പോൾ ഒരു വലിയ ശക്തി എനിക്ക് സമാധാനമായി കടന്നു വരാനുണ്ട്, അതാണ് സൃഷ്ടാവെന്നും നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നും വളരെ വിനയത്തോട് സ്നേഹത്തോടെ ഇത്തരം ചിന്തിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.